ഇതിൻ്റെ പ്രസിഡൻറ്റ് സുന്ദർരാജ് പാസ്റ്റർ കുടുംബം, സതീഷ് പാസ്റ്റർ കുടുംബം, സനീഷ് പാസ്റ്റർ, പിന്നെ ജസ്റ്റിനും കുടുംബം, പിന്നെ എല്ലാ ദേദാസന്മാരും, പിന്നെ ഇൻ്റർനാഷണൽ നേതൃത്വത്തിലുള്ള വുമൻസ് ഫെലോഷിപ്പിലെ പ്രാർത്ഥന ലീഡ് ചെയ്ത ദേദാസിക്കും, ഇതിൻ്റെ മെയിൻ ഭാരവാഹിയായ മേബൽ സഹോദരി ആൻറ്റിക്കും എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇവിടെ വന്നപ്പം ഇങ്ങനെ സതീഷ് ഭാഷ പറഞ്ഞു ഇത്ര 400 പേരൊക്കെ ഉണ്ട്. നിങ്ങളുടെ സതീഷ് ഭാഷ പറഞ്ഞു 400 പേരെ 400 വല്ലതും കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ ഹോൾ മൊത്തം നിറഞ്ഞ കണ്ടിട്ട് എനിക്ക് വലിയ അതിശയമായിരുന്നു. നിങ്ങളുടെ മധ്യത്തിൽ ഇത്രയും പേരുടെ മധ്യത്തിലായിരിക്കാൻ ഒരു കൃപയുള്ളവരല്ല. പക്ഷെ ദൈവം നിർത്തുന്നു. ഓക്കെ, ഇങ്ങനെ ഒരവസരം കിട്ടിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇവിടെ വരുന്ന മുമ്പേ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മേരി കോവർ പിന്നെ നമ്മുടെ അഞ്ജലി പോളിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അന്നേരം ഞാൻ ഓർത്ത് അവർ കഴിഞ്ഞിട്ട് സഹോദരിമാർക്ക് ഒരു ശക്തിയില്ല. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ സഹോദരിമാർക്ക് നല്ല തീഷ്ണം, നല്ല ശക്തി, എല്ലാവരും അവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നു. പാട്ട് ലീഡ് ചെയ്ത കൊയർ ടീമിൽ ആ സഹോദരി മൈക്കില്ലെങ്കിലും മൈക്ക് എന്നെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ശക്തിയായിട്ട് ലീഡ് ചെയ്ത് അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിങ്ങനെ തന്നെ പോയാൽ ശരി, വരുന്ന കാലം മേരി കോറിനെയും അഞ്ജലി പോളിനെയൊക്കെ നിങ്ങൾ തോൽപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദൈവം ഇടയാക്കട്ടെ. ഈ സഭയെ നിങ്ങളുടെ ഈ ഇൻ്റർനാഷണൽ സേവനെ ഇത്രത്തോളം ദൈവം വളർത്തി 1925 തുടങ്ങിയിട്ട് ഇത്രത്തോളം വളർത്തി പലയിടത്തും ഉണ്ടെന്ന് കേട്ടു. ഇനിയും വളരട്ടെ, ഇനി പ്രവർത്തന വിശാലത ആകട്ടെ. ഞാൻ സാക്ഷി പറഞ്ഞേക്കാൻ മുമ്പേ ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയെങ്കിൽ ദൈവനാമത്തെ ക്ഷമിക്കണം. ഞാൻ ആദ്യം തുടക്കത്തിൽ സാക്ഷി പറയുന്ന മുമ്പേ ഒരു ചെറിയ വചനം നോക്കാം. 1 പത്രോസ് 4:12 തൊട്ട് 18, അതിൽ 12-13 മാത്രം വായിച്ചാൽ മതി, ബാക്കി നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അതിൽ എഴുതിയിരിക്കുന്ന സഹകൂട്ടുകാരെ നിങ്ങൾ ഞാൻ ഈ മലയാളം അറിയാത്തതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ തന്നെ ചെയ്യുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, ഈ വേദന ഉള്ള കഷ്ടം അനുഭവിക്കുമ്പോൾ എന്തോ നടക്കുന്ന പോലെ, എന്താ വെച്ചാൽ ഇതെന്തുവാ, പക്ഷേ ഇത് സന്തോഷിക്കുക, നിങ്ങൾ കർത്താവിൻ്റെ കഷ്ടത്തിൻ്റെ പങ്കാളിയായി ആകുന്നു ഇതാ പറയുന്നത്. അന്നേരം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ട്രയൽ, വേദനയുള്ള പ്രയാസം, ഇല്ലയോ? നമുക്ക് കഷ്ടം എന്തു ആണെങ്കിലും വേദനയാണ്. ഞാനിപ്പോൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കും, പെട്ടെന്ന് എനിക്ക് ക്യാൻസർ ഭയങ്കര വേദനയാണ്. ആശുപത്രി കിടക്കുമ്പോൾ അത് കീമോതെറപ്പി അതെല്ലാം പോയി ഒത്തിരി വേദനയാണ്. എങ്ങനെ സഹിക്കും നമ്മൾ അല്ലയോ? നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി നല്ലോണം ശക്തമായിട്ട് പ്രയോജനപ്പെടുന്നു, പെട്ടെന്ന് ജയിലിലാവുന്നു, അതും വേദനയാണ്. അങ്ങനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവെക്കുറിച്ച് പഴയ നിയമ എല്ലാവരും പ്രവചിച്ചു, യേശു ക്രിസ്തു വരാൻ പോകുന്നു, യേശു ക്രിസ്തു കഷ്ടം സഹിക്കാൻ പോകുന്നു ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴും യേശു ക്രിസ്തുവിനും അറിയാം കഷ്ടം. യേശു ക്രിസ്തു കുരിശുകാരന് സംഭവിക്കാൻ മുമ്പേ യേശു ക്രിസ്തു അറിയാം, ഞാൻ ഈ വേദനയും പ്രയാസമൊക്കെ സഹിക്കാൻ പോവുക. എന്നിട്ടും യേശു ക്രിസ്തു എന്താ പറയുന്നേ, ഗെത്സമനെ തോട്ടത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഒക്കുവാണെങ്കിൽ ഈ പാനപാത്രം നിന്ന് നീക്കണേ. പക്ഷേ ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളന്ന് റഷ്യയിൽ വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പം നമ്മൾക്കറിയാം, യോസേപ്പിൻ്റെ കഴിഞ്ഞിട്ട് പുതിയ രാജാവ് വന്നപ്പോൾ ഇവരെ ഒന്നും അറിയത്തില്ല, ഒത്തിരി പീഡിപ്പിക്കാൻ തുടങ്ങി. അന്നേരം ഇവരാകുമ്പോഴും നിലവിളിക്കുക, എന്തുവാ, ദൈവമേ എന്നെ വിടിക്കണേ, ഞങ്ങളെ വിടിക്കണേ. അന്നേരം ഇവിടെ നിലവിളി സ്വർഗത്തിലെത്തിയപ്പം ദൈവം എന്താ ചെയ്തു, മോശെ അയച്ച് വിടിച്ചു, ഇല്ലയോ? അന്നേരം മോശെ ഫാരോ പെട്ടെന്നൊന്നും വിടത്തില്ല. അന്നേരം ദൈവം പല അത്ഭുതങ്ങളും ചെയ്തു. അപ്പോൾ മരുഭൂമി നടത്തുക, ഇവർക്ക് മന്നയെല്ലാം കൊടുക്കുന്നു.
എന്നിട്ട് ഇവരെന്തുവാ ചെയ്യുന്നത്? പുറൂർക്കുക. എന്തുവാ പുറൂർക്കുന്നത്? തുടക്കം തൊട്ട് പുറൂർക്കുക. അയ്യോ, ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിലും നല്ലതായിരുന്നു, നിങ്ങൾ അവിടെ നല്ല ശവക്കല്ലറയൊക്കെ ഉണ്ട്, നിങ്ങൾ ഈ മരുഭൂമിയിൽ എന്തുവിനെ കൊണ്ടുവന്ന് എന്തുവിനാ ഈ ദൈവം മോശ എന്നെ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ മരിക്കുന്നതല്ലായിരുന്നു മെച്ചം. പിന്നെ ഡെയിലി ഇവർക്ക് മന്നയും കാടപ്പക്ഷി അവരുടെ കൂടാരത്തിൻ്റെ മുമ്പ് ഇവർക്ക് ലഭിക്കുന്നു. എന്നിട്ട് ഇവർ പൂർവ്വർക്ക് അയ്യോ ഡെയിലി ഇത് തന്നെയാണ് കിട്ടുന്നത്. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പം, മിസ്രൈലായിരുന്നപ്പോൾ തന്തൂരി ചിക്കൻ കഴിച്ചു, ചിക്കൻ കബാബ് കഴിച്ചു. ഇവിടെ വന്നിട്ട് അതിൻ്റെ മണം പോലില്ല. അങ്ങനെ നമ്മളും പലരും നമ്മൾ ദൈവ സന്നിധി വന്നിട്ട് അയ്യോ ഞങ്ങൾ പണ്ട് മർത്തോമയിലായിരുന്നു, പണ്ട് കാത്തലിക്കായിരുന്നു, ജാതികളായിരുന്നു, എത്ര സുഖമായിരുന്നു. ഇവിടെ വന്നിട്ട് എത്ര ബോറിങ് പ്രസംഗം, 1 മണിക്കൂർ പ്രസംഗം, എല്ലാ ദിവസവും ഇത് തന്നെ ഉള്ളൂ, ഇതേ ഇവർക്ക് പറയാനുള്ളൂ. അത് ചെയ്യില്ലേ, ഇത് ചെയ്യില്ലേ, ഒത്തിരി നമുക്ക് റെസ്ട്രിക്ഷൻ. അവിടെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതുപോലെ അങ്ങനെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും വന്നു. ഈ ജയിലിലായിരുന്നപ്പം ആദ്യത്തെ അനുഭവം 8 മാസം ഞാനും എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതവും അടയാളമൊക്കെ കണ്ടു ദൈവം. പക്ഷേ എന്നിട്ടും ദൈവം ഇവിടെ ഇരുന്നിട്ട് ഞാൻ പുറൂർക്കുക. ആദ്യം പുറൂർത്ത് പ്രാർത്ഥിച്ചു. എന്തുവാ ദൈവമേ, എന്നെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തട്ടാ? ഞാൻ ചെറിയ പ്രായത്തോട്ട് കഷ്ടം അനുഭവിക്കുക. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ശരിക്കും ഹിന്ദി പോലും അറിയത്തില്ല പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ 1 മാസം ജാമ്യം കിട്ടുന്ന 8 മാസമായി. എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങളെക്കാൾ മുമ്പേയും പുറകിൽ വന്ന് അവർക്കൊക്കെ ജാമ്യം ലഭിക്കുന്നു. അന്നേരം ഞാൻ കുറച്ചുകൂടെ അങ്ങ് നിരാശപ്പെടും. അന്നേരം എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കുന്ന ജയിലിൽ ആദ്യത്തെ അനുഭവം. അന്നേരം എന്നെ അറിയുന്ന ഡിസ്റ്റേബ്ഡ് വ്യക്തി എന്നാണ്. പിന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങളുടെ തോക്കില്ലെങ്കിൽ തോക്ക് സംഘടിപ്പിക്കുക. എന്ത് ചെയ്യണം? വെറുതെ തോക്ക് സംഘടിപ്പിക്കല്ലേ, നിങ്ങളെന്ത് ചെയ്യണം? ഞാൻ ഓടുമ്പോൾ നിങ്ങൾ തോക്കുകൊണ്ട് വെടിവെക്കണം. വെറുതെ വെടിവെക്കല്ല, എൻ്റെ നെഞ്ചിലോട്ട് വെടിവെക്കണം. ഞാൻ കൊഴിഞ്ഞു വീഴും. അന്നേരം എന്ത് പറയണം? ഞാൻ എക്കൗണ്ടറായി. അന്നേരം നിങ്ങൾക്ക് പുണ്യമായി, ഇവിടെ കിടത്തുന്നേക്കാളും നല്ലത് അതാന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നേരം കുറേ പോലീസുകാർ എന്നോട് സ്നേഹത്തിൽ ഇടപെട്ടു. കുറച്ച് പോലീസുകാർ ദേഷ്യപ്പെട്ടു. നിങ്ങൾ ഇതാക്കുവാന്നോ പറയുന്നത്? നിങ്ങളിപ്പോൾ ഞാൻ ജയിലറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ആശ്വസിപ്പിച്ച് ഭാരപ്പെടണ്ട. പിന്നെ ഞാൻ ഓർത്തു, ഇവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ 40 ദിവസം ഉപസിക്കാൻ വല്ലതും പറയാം. 40 ദിവസം ഉപസിക്കാൻ തീരുമാനിച്ചു. 30 ദിവസമായപ്പോഴത്തേക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി, ഈ പ്രാവശ്യം ഞാൻ ഉപസിച്ചപ്പോൾ ദൈവസന്നിധി സമർപ്പിച്ചിട്ട് ഉപസിച്ച്, അന്നേരം ദൈവം എൻ്റെ കുറവ് മനസ്സിലാക്കി ദൈവത്തെ സമർപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ഞങ്ങളെ പണിയാനാ, കുറച്ചുകൂടി രൂപാന്തരപ്പെടുത്താനാ. കുശുവനെ കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്താൻ പദ്ധതിയാന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കഷ്ടത ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണമാണ്. നിലവിളിക്കാൻ അല്ല. പൗലോസ്, നമ്മളറിയാം, പൗലോസ് ശൗലായി ആയിരുന്നപ്പോൾ എന്താ ചെയ്തു? ദൈവജനങ്ങളെ ഉദ്രവിച്ച് മുടിപ്പിച്ച് കാരാകാരത്തിൽ മുടിപ്പിച്ചൊക്കെ ചെയ്ത വ്യക്തിയാണ്. സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയുമായ വ്യക്തിയാണ്. അതിൻ്റെ നേതൃത്വം ആരെ കൊടുത്ത? പൗലോസാണ് ചെയ്ത്. അന്നേരം ശൗലിപ്പം പൗലോസായിപ്പം പൗലോസ് പറഞ്ഞ പല കഷ്ടം, ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നഗ്നം അനുഭവിച്ചു, പട്നി അനുഭവിച്ചു, കടലാൽ ആഫത്ത്, കരത്താൽ ആഫത്ത്, പല പ്രാവശ്യം മരണപ്പെടേണ്ടിയായിരുന്നു, പല പ്രാവശ്യം അടി കിട്ടി, 32 പ്രാവശ്യം ചാട്ടവാറുണ്ട് അടി കിട്ടി. ഇപ്പോഴും കാരാഗത്തിലെന്ന് എപ്പോഴേലും കൊല്ലപ്പെടാം. കയ്യും കാലും എല്ലാം ആമത്തെ പൂട്ടിയിട്ടിട്ട് ഞങ്ങളുടെ കയ്യും കാലം അങ്ങനെ. എന്നിട്ട് പൗലോസ് എന്ന് പറഞ്ഞ ഈ സ്നേഹത്തിന് എന്നെ ആര് വേർതിരിക്കും? പിന്നെ പൗലോസ് പറഞ്ഞ ഈ കഷ്ടത്തിൽ സന്തോഷിക്കുക. പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഒത്തിരി കാരാഗ്രഹ ലേഖനം കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് കഷ്ടമെല്ലാം
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കഷ്ട സഹസ്ന സഹസ്ന സിദ്ധത സിദ്ധത പ്രത്യാശ. അതുകൊണ്ട് കഷ്ടം നമ്മളെ താർക്കാനല്ല. പലരും പല സമയത്ത് നമ്മളും ചിന്തിക്കാറുണ്ട് ഇത് താർക്കാന, പക്ഷേ നമ്മളെ പണിയാനാ, നമ്മളതോട് ദൈവത്തോട് അടുക്കാനാ. ഞാനിനി സാക്ഷിയിലോട്ട് കടക്കുക. എൻ്റെ പേര് ജോസ് പാപ്പച്ചൻ, വൈഫിൻ്റെ പേര് ഷീജ. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്ത മോൻ സ്റ്റീഫൻ. സ്റ്റീഫൻ BBA കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുന്നു. അവൻ തിരുവല്ലയിലായിരിക്കുന്നു. ഇളയ മോൻ കൊച്ചിയിൽ BCom ചെയ്യുന്നു. അവൻ്റെ പേര് ജോഷുവ. ഞാൻ ജനിച്ച് മാവേലിക്കര വറ്റിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പക്ഷെ വളർന്ന വടക്കേന്ത്യയും പല സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് മലയാളം എഴുതാനോ വായിക്കാനോ അറിയത്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ മലയാളത്തിൻ്റെ ഉച്ചാരണത്തിന് വല്ല തെറ്റുണ്ടോ ഗ്രാമറുണ്ടോ അത് നിങ്ങൾ നോക്കല്ലേ. നോക്കിയിട്ട് പിന്നെ ഈ മീറ്റിംഗ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് വന്ന് പറയല്ലേ ഇത് നിങ്ങളുടെ മലയാളം കൊള്ളത്തില്ലായിരുന്നു, നിങ്ങൾ എന്തോ പറഞ്ഞേ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയല്ലേ. ആദ്യം പറയുക, എനിക്ക് മലയാളം എഴുതാനോ വായിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ എല്ലാ ബസ് പേരും ഞാൻ വായിക്കും. അതിൻ്റെ ഡിസൈൻ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാവുന്നുണ്ട്. അങ്ങനെ പിന്നെ വേറെ ഗുണം ഞാൻ പറയട്ടെ. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകൻ, എൻ്റെ 2 സഹോദരിമാരാണ്. ഇത് മിഷണറി കോൺഫറൻസ് ആയതുകൊണ്ട് ആദ്യം തൊട്ടേ ഉത്തേജനം തരാൻ ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അന്നേരം എനിക്ക് 2 സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നേക്കാൾ മുമ്പേ എനിക്ക് നാട്ടിലും വിലയില്ല, വീട്ടിലും വിലയില്ല, സഭയിലും വിലയില്ല. എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരിമാർക്കോ ആർക്കും എന്നെ വിലയില്ല. അവരെന്നെ കരുതിയിരുന്ന് പൊട്ടൻ വട്ടൻ പോക്രി തെമ്മാടി എല്ലാം എന്നാ കരുതി. പക്ഷേ ദൈവവചനം പറയുന്നത് ബലവാനെ ലജ്ജിപ്പിക്കാൻ ബലീനെ തിരഞ്ഞെടുത്തേ ലോകം തള്ളിയ കഴുതേ ബുദ്ധിമാനെ ലജ്ജിപ്പാൻ ബുദ്ധിഹീനെ തിരഞ്ഞെടുത്ത്. അതുപോലെ ലോകം തള്ളിയ കഴുത മെതുവണ്ടി ഉപയോഗിക്കുന്ന ദൈവവചനം അത് അക്ഷരയായിട്ട് ദൈവം. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും നിരാശപ്പെട്ടവർ എന്നെ കൊണ്ട് ഒക്കത്തില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആരും ഇരിക്കേണ്ട. ദൈവം എല്ലാവർക്കും കഴിയും പ്രാപ്തി തന്നത്. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പ്രത്യാശയായിരിക്കാം. അന്നേരം ഞാൻ ജനിച്ച് ബ്രദറിൻ കുടുംബത്തിലാണ്, വേർപാട് സഭ. അന്നേരം ഞങ്ങൾ റേണുക്കൂട്ടിലായിരുന്നു, UP. അവിടെ ബിർളാടെ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ താമസിക്കുക. അവിടെ അവിടെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആരാധന നടക്കും. പല ദേവദാസന്മാർ വീട്ടിൽ വരും. ചിലപ്പം കൺവെൻഷന് കോൺഫറൻസ് അങ്ങനെ എല്ലാം നടക്കും. പക്ഷേ വീട്ടിൽ സമാധാനമില്ല. എപ്പോഴും മാതാപിതാക്കൾ അടിയും ബഹളമാണ്. അങ്ങനെ ആയിരുന്നു അവസ്ഥ. പിന്നെ ഇവർ 1977 കുവൈറ്റ് പോയി. കുവൈറ്റിൽ പോയപ്പോൾ ഞങ്ങളെ രാജസ്ഥാൻ ഇമ്മാനുവൽ മിഷൻ കോട്ടയിൽ ആർക്കും അറിയാമെന്ന് അറിയത്തില്ല, ഡോക്ടർ MA തോമസ്, ഇപ്പം പുള്ളി മരിച്ചുപോയി. അവിടെ ആക്കിയിട്ട് പോയി. അവിടെ ആക്കിപ്പോയി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പല വീടിലും പല ഹോസ്റ്റലും ഒക്കെ വളർന്നത്, പ്രത്യേകിച്ച് കാത്തലിക് സ്കൂൾ. അതുകൊണ്ട് എനിക്ക് ഒരു സൺഡേ സ്കൂളോ VBS ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസവും അതുപോലെ തന്നെയായിരുന്നു. വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ദൈവത്തെ തള്ളി പറയുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ പേര് ജോസ് എന്നാണല്ലോ. ഹിന്ദിക്കാർ പറഞ്ഞ ജോഷ് എന്ന് പറഞ്ഞ ഉന്മേഷം. അന്നേരം ചില സമയത്ത് ഉന്മേഷം പറയുമ്പോൾ എൻ്റെ വിശ്വാസം ഇങ്ങനെ ബലൂൺ പോലെ പൊങ്ങി, ചിലപ്പോൾ ഇല്ല, വിശ്വാസമില്ല, അങ്ങനത്തെ അനുഭവമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ദൈവസന്നിധി എപ്പോഴും ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ഓടാൻ സമ്മതിച്ചില്ല. കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ എങ്ങനെയാലും ദൈവം എന്നെ തിരിച്ച് ദൈവജനങ്ങളുടെ മധ്യത്തിൽ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ആയിരുന്നു ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കും. പിന്നെ എങ്ങനെയാലും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ബാംഗ്ലൂർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. എന്നിട്ട് ചുമ്മാ പഠിക്കാൻ പോയതാണ്, ബൈബിൾ അറിയാൻ, അല്ലാതെ സമർപ്പണം വേലയ്ക്ക് ഇറങ്ങണമെന്നൊന്നും ആയിട്ടല്ല. അന്നേരം ചെറിയ അത്ഭുതമൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടിയൊക്കെ കണ്ടു. എന്നിട്ടും എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ അങ്ങനെ ആയി. പിന്നെ 2005 കുമ്പനാട് പഠിക്കാൻ പോയി, IBCയിൽ BTH. 2008 ഗ്രാജുവേറ്റ് ആയിട്ടാണ്. പക്ഷേ 2013 ചെറിയ സാങ്കേതിക തടസ്സം, എൻ്റെ കാരണമല്ല കേട്ടോ. അത് അന്നേരം ഈ 2011 ഞങ്ങളുടെ കല്യാണം നടന്നെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ തുടക്കത്തിൽ തിരുവല്ല മെഡിക്കൽ മിഷനിൽ പ്രവർത്തിച്ചു. പിന്നെ അവിടുന്ന് അമ്പത്തൂരിൽ സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ ഈ തിരുവല്ല പിള്ളേരുടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ ദൈവം ഭാഗ്യം തന്നു. എന്നിട്ട് എനിക്ക് തൃപ്തിയില്ല. ഞാൻ വടക്കേന്ത്യ വളർന്നത്. ഇപ്പോഴത്തെ വടക്കേന്ത്യ അല്ലായിരുന്നു. അന്നേരം ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നപ്പോൾ ഞങ്ങൾ അടുപ്പിച്ചാണ് താമസിക്കുന്നത്. എല്ലാവരും സഹോദരന്മാരോട് ദീദി ഭയ്യ എന്നൊക്കെ വിളിച്ച്
അവരുടെ ഈ ഉത്സവ സമയത്ത് അവരുടെ പലഹാരം എല്ലാം ഇവിടെ കൊണ്ടുവരും, നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് അവിടെ കൊണ്ടുവരും. അങ്ങനെ വലിയ സ്നേഹബന്ധം. അങ്ങനെ ഒരു വേർതിരിത്തില്ല, മുസ്ലിമാണോ ഹിന്ദു ആണോ സിഖ് ആണോ എല്ലാം. അങ്ങനെ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ആഹാരം എല്ലാം അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്നില്ല. അങ്ങനെ ഒരു ദൈവകൃപയാൽ അങ്ങനെ ഇരിക്കുമ്പോൾ പത്മ മുതലിയാർ മുഖാന്തരം ബീഹാറിന് പോകാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അങ്ങനെ ആ ജെയിംസിലെ തുടക്കം, അതിൻ്റെ കാര്യം അവൾ പറഞ്ഞു, അതും പറയുന്നില്ല. അവിടുന്ന് പിന്നെ അത് വിടേണ്ടി വന്നു. പിന്നെ ഇന്ത്യ മിഷൻ ചേർന്നു. ഇന്ത്യ മിഷൻ്റെ കാര്യവും അവൾ പറഞ്ഞു, അതും ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇന്ത്യ മിഷൻ കൈവിട്ടപ്പോൾ ലവ് ആർമി ക്രൂസൈഡ്, ഇവിടെ നിങ്ങൾക്ക് പലർക്കും അറിയാം, ലവ് ആർമി ക്രൂസൈഡ് ജെ വിൽസൻ്റെ റോണി അബ്രാം പാസ്റ്റർ മുഖാന്തരം അവിടെ പോയി അവിടെ പ്രെയർ ടവറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ 2 മണിക്കൂറാണ്. 8 തൊട്ട് 10 ആണെങ്കിൽ 10 തൊട്ട് 12 വേറെ ആൾക്കാർ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഈ തുടക്കത്തിൽ ഇവിടെ പ്രെയർ തുടങ്ങിയപ്പം കേരളത്തിൽ നിന്ന് പല കോഴിക്കോടുനിന്നും വയനാടുനിന്നും പലയിടത്തു നിന്നും ഇവിടെ നിന്നും എല്ലാം ജനങ്ങൾ അവിടെ പോകുമായിരുന്നു. ഇപ്പം ജനങ്ങളൊന്നും പോകുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ മലയാളികളെല്ലാം തേഞ്ഞവരാണ്. കാളം ധ്വനിക്കുമ്പോൾ ഇപ്പോൾ ഇടക്കപ്പെടാൻ പോരാ, പിന്നെ എന്തോ പ്രാർത്ഥന ഇല്ലയോ, അതുകൊണ്ട് ആരും വരാനില്ല. അതുകൊണ്ട് UP നിന്ന് കുറച്ച് ആൾക്കാർ വന്നു. അതിൽ 17 പേര് വന്നു. അതിൽ ഒരാൾ സജീവൻ പറഞ്ഞ പാസ്റ്റർ ഇങ്ങനെ ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ട് വരുമ്പോൾ പറഞ്ഞു, നിങ്ങൾ വന്നാൽ ഞങ്ങൾക്കും നല്ല നിങ്ങൾക്കും നല്ല. പിന്നെ പല പ്രാവശ്യം റൂമിൽ വന്നു, പിന്നെ കൈകൂപ്പി, പിന്നെ വീഡിയോ കോളും കൊണ്ട് സംസാരിപ്പിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങളെ ഒരു പോലീസ് ഒരാളും തൊടത്തില്ല, നിങ്ങൾക്കെല്ലാം സൗകര്യം തരാം, നിങ്ങളുടെ റൂമിലെല്ലാം എല്ലാ സാധനം എത്തിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ ബിജു ഫ്രാൻസിസ് പാസ്റ്ററും സജു ചാത്തുന്നൂർ ദേവദാസൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ UP പോയിട്ടു. UP പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. ഗ്ലോബൽ പ്രെയർ ഗ്രൂപ്പ് മുഖാന്തരം സാബു തോമസ് ചർച്ചകളുടെ പാസ്റ്ററും വക്കീൽ ആ ദേവദാസൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചു. പിന്നെ ദേവദാസൻ മനസ്സിലായി ഇവർക്ക് ശരിക്കും പ്രവർത്തിക്കാനുള്ള സമർപ്പണമുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, പോയി ഗ്രാമം കണ്ട് കുറച്ച് സാറിനെ കൊണ്ടുവച്ചാൽ മതി, നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നോക്കി വന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ അവിടെ ഒരു ദിവസം താമസിച്ചപ്പം മനസ്സിലായി ഇവിടെ അവരുടെ മധ്യത്തിൽ താമസിക്കാനൊക്കത്തില്ല, ഞങ്ങൾക്ക് റൂം എടുത്ത് തരാൻ പറഞ്ഞു. ഇത് 3-5 കിലോമീറ്റർ ഈ ഗ്രാമത്തിൽ പോകുമ്പോൾ പോകാൻ തുടങ്ങി. ഈ ഗ്രാമത്തിൽ പോകണമെങ്കിൽ മൂക്കിൽ ഇങ്ങനെ കൈ പിടിച്ച് തവളയുടെ ചാടിയേ പോകാൻ എത്തത്തുള്ളൂ. പിന്നെ ഒരു ഓട്ടോറിക്ഷ നമ്മൾ 500 രൂപ കൊടുത്ത് ബുക്ക് ചെയ്താലും ആരും വരത്തില്ല. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തെക്കും വടക്കും പടിഞ്ഞാറും ഓടുന്നു. അന്നേരമായി ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെന്തോ ഈ സജീവൻ പറഞ്ഞ ആളെ കുറച്ച് പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, റഷ്യയിൽ കൊണ്ടുവന്നിട്ട്. പക്ഷേ ഇവിടെ ജീവിതത്തിൽ ശരിക്കും ഒരു രൂപാന്തരം നടന്നിട്ടില്ല, റഷ്യയുടെ അനുഭവം ഇല്ല. ഇവരുടെ ജോലി എന്താ പറഞ്ഞാൽ കക്കുക, മോഷ്ടിക്കുക, പിടിച്ചു പറിക്കാർ, ലേഡീസ് ഹാൻഡ് ബാഗൊക്കെ പോയി തൂക്കിക്കൊണ്ടുപോയാൽ അവിടെ പിന്നെ അത് കിട്ടത്തില്ല. ആണുങ്ങളുടെ പേഴ്സ് ATM കാർഡ് എല്ലാം തട്ടി വയ്ക്കും. പിന്നെ ഏത് പുതിയ മൊബൈലും 5000 രൂപയ്ക്ക് ഏത് കമ്പനിയുടെ ആണെങ്കിലും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ 2000-2500 രൂപ. ബൈക്ക് മോഷണം, സ്ഥിരം ആൾക്കാർ, പോലീസ് വരുന്ന ആൾ. രാത്രി ഇവരെന്താണെന്ന് വെച്ചാൽ കറണ്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുളക്കമ്പുകൊണ്ട് അടിക്കുന്ന സ്വഭാവം. ഭാര്യമാരെ തൊഴിക്കുന്ന കണ്ടാൽ നമ്മൾ ഓർക്കും ഭാര്യയാണെന്നോ ഫുട്ബോളാണെന്നോ എന്ന്. അങ്ങനത്തെ ഗ്രാമം. ഇവർ കല്യാണം കഴിക്കത്തില്ല. ഇങ്ങനെ ചെറുക്കനും പെണ്ണും കൂടി നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറുക്കൻ പറയും പെണ്ണിൻ്റെ കൂടെ ടാറ്റ നീ പറഞ്ഞിട്ട് വേറെ ആളെ പിടിക്കും, പെണ്ണ് വേറെ ആളെ പിടിക്കും. ഇങ്ങനത്തെ ജീവിത രീതി ഇവർ ഈ കൊണ്ടുവന്ന ദേവദാസനും ശരിക്കും ബൈബിൾ അറിയത്തില്ല, എഴുതാനും വായിക്കാനും അറിയത്തില്ല. മർക്കോസിന് പിന്നെ സങ്കീർത്തനെ കുറച്ച് അറിയാം. അതുകൊണ്ട് ഇവർക്കും അത്ര ഇതൊന്നും അല്ല. പിന്നെ ഇവർക്ക് കുറച്ച് പഞ്ചാബിൻ്റെ അതാണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് കുറച്ച് ഇളക്കപ്പരപ്പുണ്ട്. അങ്ങനെ ഇരുന്ന പിന്നെ ഞങ്ങൾ ആരാധന നടത്തി പെന്തിക്കോസ് രീതിയിൽ 2 മണിക്കൂർ നടത്താൻ നോക്കിയപ്പം മനസ്സിലായി ഇവർക്ക് അത് അങ്ങനെ 2 മണിക്കൂറൊന്നും ഇരിക്കാൻ ഇവർക്ക് ക്ഷമയില്ല, അവർക്ക് അതിന് സേസനമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ആരാധന കട്ട് ഷോട്ട് ചെയ്തു. പിന്നെ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം ആരാ, ദൈവത്തെ വിളിക്കണമെങ്കിൽ എന്തൊക്കെ ഗുണമുണ്ടായിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിലുള്ള രക്ഷ.
പിന്നെ അവരോട് സാക്ഷിയോ പ്രാർത്ഥന വിഷയം പറയാൻ പറഞ്ഞിട്ട് അടുത്ത വിഷയം കല്യാണം എന്തുവാ കഴിക്കണം, കുടുംബജീവിതം എങ്ങനെ നയിപ്പിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, ഇതാരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ UP ചെന്നപ്പം ഞങ്ങൾ ഭാര്യ പറഞ്ഞല്ലോ ഇന്ത്യ മിഷൻ കൈവിട്ടു. ഇപ്പം ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലല്ല, ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലല്ല, AGയിൽ സംസാരം മാത്രം നടക്കുക, ഞങ്ങളെ ചേർക്കാനുള്ള അങ്ങനെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പിന്നെ റോണി അബ്രാം പന്തളത്തിലെ ഒരു ദേവദാസൻ, PN ബാംഗ്ലൂരിൽ ഞാൻ ഒരു ചർച്ചിൽ വിശ്വാസിയായിരുന്നു, PS ജോർജിൻ്റെ വിശ്വാസിയാണ്. ആ ദേവദാസനും അവിടെ വിശ്വാസികളും കുറച്ച് സപ്പോർട്ട് ചെയ്യണം, തുച്ഛമായി സപ്പോർട്ട്, മേ ബി 10,000 8,000 ഒക്കെ തരും. അത് റെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും തുച്ഛമായി പണമുള്ളൂ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും ആയതുകൊണ്ടും അവിടെ ആയതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇവരുടെ നിന്ന് ലഭിക്കുന്ന സ്വോത്രാഴ്ച എന്ന് വെച്ചാൽ 100 രൂപ താഴെ. ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വോത്രാഴ്ച ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഈ കാലഘട്ടത്തിൽ മലയാളികളൊന്നും വരത്തില്ല, ഞങ്ങൾ പെട്ടുപോയി, നിങ്ങളുടെ സന്നിധി വന്ന് പെട്ടുപോയി, നിങ്ങളുടെ സ്വോത്രാഴ്ചയും വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ട, ഞങ്ങൾ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ മാത്രം നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇവരെ ഗുണദോഷിക്കാൻ തുടങ്ങി. ഞങ്ങളെക്കാൾ പ്രായക്കുറവാണ്, നിങ്ങൾ വല്ലം ജോലി ചെയ്യാൻ. പിന്നെ ഇവരുടെ വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി കുറച്ച് പേരുടെ ജീവിതത്തിൽ ചെറിയ വ്യത്യാസമാണ്. അപ്പോഴത്തേക്ക് 3 മാസമേ ആയല്ലോ. അപ്പോഴത്തേക്ക് പോലീസ് ഞങ്ങളെ 2023 ജാനുവരി 21 ഞങ്ങളെ റൂമിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയി. വൈഫിന് തന്നെ ടെറസിൽ പോയി തുണി വിരിക്കാൻ പേടി, അതുകൊണ്ട് എന്നെയും വിളിച്ച് അന്നേരം അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയ. കുറേ നേരം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് കഴിഞ്ഞിട്ട് 2 പോലീസുകാരെ കൊണ്ട് പറഞ്ഞു വിട്ടു. അന്നേരം ഞങ്ങളുടെ ആദ്യത്തെ അനുഭവം, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഹോം അറസ്റ്റാണ്. തണുപ്പ് സമയം, ജാനുവരി സമയമാണ്. അന്നേരം ഞാൻ ഇവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ചായ വേണോ, കാപ്പി വേണോ, കമ്പിളി വേണോ, വല്ലതും വേണോ? ഇവർ പറയുന്നത് ഒന്നും വേണ്ട. പക്ഷേ ഇവരും ഇടയ്ക്കിടയ്ക്ക് കഥ മുട്ടി ചോദിക്കുന്നത്, നിങ്ങൾ സുഖമായിരിക്കുന്നോ? അന്നേരം പിന്നെ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായേ, ഇവർ തിരക്കുന്നത് നിങ്ങളുടെ ഓളം തെറ്റിപ്പോയ നിങ്ങൾ പോലീസുകാരെ കണ്ടിട്ടെന്ന്. ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. 22 ജാനുവരി ഞങ്ങൾ രാവിലെ എണീറ്റ് സൂം മീറ്റിംഗ് ചേർന്നു, കുറച്ച് ദേവദാസന്മാരോട് സംസാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴത്തേക്കും കഥ മുട്ടി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഒത്തിരി ചോദ്യം പിന്നെയും ചെയ്ത്, പിന്നെ ഞങ്ങളുടെ ശരീരത്തെ മാർക്കൊക്കെ ചെയ്തിട്ട് പോലീസ് പിന്നെ ഫിംഗർ പ്രിൻസും ഒക്കെ എടുത്ത് വൈകിട്ട് 7:30 ആയപ്പോഴാണ് ജയിലിലിടുന്നത്. അന്നേരം ഇവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഞങ്ങളെ അറസ്റ്റ് നിങ്ങളെന്തോ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവർ തുറന്നൊന്നും പറയുന്നില്ല. പിന്നെ ജയിലിലെത്തിയപ്പം വാതിലെത്തിയപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത്, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും? ഞാൻ പറഞ്ഞു, ഇത് ജയിലാണ്, നമ്മൾ ഒന്നിച്ചായിരിക്കത്തില്ല. പിന്നെ ഈ ജയിലിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കൂടിൻ്റെ അകത്ത് ഇട്ടാൽ രാവിലെ തുറക്കത്തുള്ളൂ, ഇല്ലയോ? അതുപോലെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ തണുപ്പ് കാരണമായതുകൊണ്ട് പ്രോസ്റ്റൈറ്റിസിൻ്റെ പ്രോബ്ലം തണുപ്പ് കാരണം എനിക്ക് വിമർശനം, ശ്വാസം മുട്ടൽ. പിന്നെ പ്രോസ്റ്റൈറ്റിസ് കാരണം എൻ്റെ പാൻറ് മൊത്തം നനഞ്ഞിരിക്കുക. അതുകൊണ്ട് പിന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. അന്നേരം ജയിലിൻ്റെ അകത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ഡോക്ടർമാർ വന്നു. ഡോക്ടർമാർ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങളൊക്കെ ഇങ്ങനെ പരിപാടി ചെയ്താൽ നിങ്ങളെ ഇങ്ങനെ ദൈവം സഹായിക്കുന്നത്? അവിടെ നോട്ടത്തിൽ മതപ്രവർത്തന ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം. അവിടെ കൊലപാതകമുണ്ട്, റേപ്പ് കേസുണ്ട്, പാസ്കോ കേസുകാരുണ്ട്, ഡ്രഗ്സ് വിൽപ്പനക്കാർ. അതൊന്നും കുറ്റമല്ല. അവർക്കും ഒരു കുറ്റബോധമില്ല. അവർ വലിയ സന്തോഷം, പോലീസുകാരുടെ തോളയിൽ കൈയിട്ട് ചാടി മറിഞ്ഞ് നടക്കുന്നത്. പിന്നെ എന്നെ ചികിത്സിച്ച് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്നു അഡ്മിറ്റ്. ഹോസ്പിറ്റലും ഇങ്ങനെ രാവിലെ തുറന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ വരാന്തയിലിരുന്ന് കരഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കും. അന്നേരം ഇവർ നോക്കുമ്പോൾ എന്നെ ചിരിയാണെങ്കിൽ ഇവർക്കൊന്നും മനസ്സിലാകുന്നു, മലയാളത്തിലല്ലയോ. അന്നേരം എൻ്റെ പേര് ജോസ് പാപ്പച്ചൻ ഇവർ ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടും, പിന്നെ ഈ എൻ്റെ ശരീരപ്രതി കാരണം ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടും എല്ലാം ജോസ് പാപ്പച്ചൻ ജയിലിൽ മൊത്തം ഫേമസായി. എല്ലാവർക്കും ജോസ് പാപ്പച്ചൻ അറിയാം. 2 ദിവസം കഴിഞ്ഞിട്ട് പോലീസുകാരെന്നെ പിന്നെയും വിളിച്ച് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. പറഞ്ഞു, നിൻ്റെ പേരെന്തുവാ? ഞാൻ പറഞ്ഞു, എൻ്റെ പേരിതാ. നിൻ്റെ അപ്പൻ്റെ പേരെന്തുവാ? എൻ്റെ അപ്പൻ്റെ പേര് തോമസ് പാപ്പച്ചൻ. വല്യപ്പൻ്റെ പേരെന്തുവാ?
ഞാൻ അതും പറഞ്ഞു. ഇവർ സ്ഥാപിക്കാൻ നോക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ അപ്പനോ വല്യപ്പൻ മതം മാറ്റിയോണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായിരിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പനോ വല്യപ്പൻ മതം മാറ്റിയോണ്ട് ഒന്നും എനിക്ക് അതുകൊണ്ട് ബന്ധമില്ല. ഞാൻ യേശുവിൻ്റെ സ്നേഹം അറിയുന്നു, യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ദൈവ പൈതൽ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, ഞങ്ങൾ ബസ്സിലോ കാറിലോ അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കാണാം, യേശുവും കരയുന്ന പോലെ കാണുന്നത്. അതെന്തുവാ? നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെ ദഹിപ്പിക്കുവാന്നോ അടക്കുവാന്നോ? എൻ്റെ ചുറ്റും പോലീസുകാർ ഈ കുറ്റവാളി വളഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി ഇവരെ സംശയം തീർക്കാനല്ല, പരിഹസിക്കാൻ. അതുകൊണ്ട് ഞാൻ വാ തുറന്നില്ല. അന്നേരം ഒരു കുറ്റവാളി കൊലപാതക കേസിലാൾ പ്രതി പറഞ്ഞു, ഈ ജോസ് പാപ്പച്ചൻ്റെ വായിലൊന്നും കിട്ടില്ല, കിട്ടണമെങ്കിൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യണം. ഞാൻ എന്നിട്ടും വാ തുറന്നില്ല. അന്നേരം പോലീസുകാർ പറഞ്ഞു, എന്ന് തൊട്ട് ജോസ് പാപ്പച്ചൻ ഹിന്ദുവാ, ഇവൻ്റെ പേരെന്തുവാ? രാം ദുലാരി. ഞാൻ പറഞ്ഞു, നീ രാം ദുലാരിൻ്റെ പേര് എഴുതിയിട്ട് എൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചിടുക. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ രാം ദുലാരി എന്ന് വിളിക്കുക, അതുകൊണ്ട് വല്ല വ്യത്യാസം വരുമോ? ഞാൻ ജനിച്ച ക്രിസ്ത്യാനിയാണ്, ജീവിക്കുന്ന ക്രിസ്ത്യാനി, മരിക്കും ക്രിസ്ത്യാനി. എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നാലും യേശുവിനെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം ഈ ഹോസ്പിറ്റൽ 3 മാസം കഴിഞ്ഞു. 3 മാസം ആയപ്പോഴത്തേക്ക് ഡോക്ടർമാർക്ക് ഒരു ഉണർവ് സംഭവിച്ചു. ഇയാളെ ഇവിടെ കിടത്തിയാൽ ഞങ്ങളുടെ കേസ് വീക്കാം, അതുകൊണ്ട് ഇവർ തന്ത്രപൂർവ്വം എന്നെ അവിടെ നിന്ന് മാറ്റാൻ നോക്കി. ഇതിൻ്റെ മുമ്പ് ഏകാന്ത സെല്ലിൽ ഒരാളും എന്നെ കിടത്താൻ സമ്മതിച്ചില്ല. ഒരാൾ തിവാരി മാത്രം കിടത്താൻ, പക്ഷേ അയാൾക്ക് ഞാൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് ആൾ എന്നെ അടിക്കാൻ വന്നു. ചെറുപ്പക്കാരനാണ്. പിന്നെ രാവിലെ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെളിയിലിരുന്നു. ഞാൻ റിപ്പോർട്ട് കൊടുത്തു, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. അന്നേരം 50 പേരുടെ റൂമിലാക്കി. അടുപ്പിച്ചാണ് കിടക്കുന്നത്. താഴെ ഈ കീറി കമ്പിളി, പൊടി പിടിച്ച കമ്പിളി. ഇവരെല്ലാം ഇവരുടെ വാ തുറന്നാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന വെച്ചാൽ ഇവരുടെ പല്ലെന്ന് വെച്ചാൽ നല്ല ചുമപ്പ്, അല്ലെങ്കിൽ കരി പോലെ കറുപ്പ്. നമ്മൾ ഓർക്കും ജനിച്ചപ്പോഴേ ഇവരുടെ പല്ല് ഇങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഹാംസും പിന്നെ ബാത്റൂമും ഇതുപോലെ വൃത്തിയിടാം. ഒരേ ഗുണമുള്ള TV ഉണ്ട്. TV കാണണമെങ്കിൽ മുന്നോട്ട് പോകണം, പക്ഷെ ആരും ഇരുത്തത്തില്ല. അവർക്ക് നമ്മളെ പുച്ഛമാണ്, അവരുടെ ചിന്ത നമ്മൾ താണ ജാതിക്കാരാണ്. അങ്ങനെ പിന്നെ ഈ പോലീസുകാർ പറയുന്നത്, ജോസ് പാപ്പച്ചൻ്റെയോട് നിങ്ങൾ ഒരു നിമിഷം ഇരിക്കല്ലേ, ഇയാൾ നിമിഷത്തിൽ മതം മാറ്റും. ഈ ജയിലോടുന്ന ജയിൽവാസി കൊണ്ടാണ്. പത്രം, ചായ, പേപ്പർ, ആഹാരം എല്ലാം ഇവരാ കൊണ്ടുവരുന്നത്. അന്നേരം പത്രം കൊണ്ടുവരുന്ന ആള് റേപ്പ് കേസും കൊലപാതക കേസിൻ്റെ പ്രതിയാണ്. ആളും പറഞ്ഞു, ജോസ് പാപ്പച്ചൻ്റെയോട് നിങ്ങൾ ഇരിക്കല്ലേ, നിമിഷത്തിൽ മതം മാറ്റും. പിന്നെ ആഹാരം എന്ന് പറഞ്ഞാൽ രാവിലെ കടല കിട്ടും. ഈ പ്രാവിന് കൊടുക്കുന്ന പോലെ നമ്മൾ എണ്ണിയ 10-12 കടല, ഊളച്ചായി. പിന്നെ ഉച്ചയ്ക്ക് റൊട്ടി മെഷീനിലാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തി നിങ്ങൾ പറയുന്നത് ആ റൊട്ടി. പക്ഷേ ഇവിടെ വരുമ്പോൾ 11:30 കല്ല് പോലാവും. പിന്നെ പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് കാശ്മീർ വല്ല നീണ്ട പരിപ്പ് കറി. അതിൽ പരിപ്പില്ല, തപ്പിയാൽ കുറച്ച് ചിലപ്പോൾ 1-2 പരിപ്പ് കാണും. മഞ്ഞളില്ല, മുളകില്ല, കടുവില്ല, ഒന്നുമില്ല. പിന്നെ ഈ തോരൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നാൽ നമ്മൾ ഇത് തോരനാണോ ചാണമാണോ എന്ന് മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ആഹാരം, അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ കഴിച്ച് നിൽക്കത്തില്ല. പിന്നെ പല ദേവദാസന്മാർ ഞങ്ങളെ കാണാൻ വരുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് പല ഫ്രൂട്ട്സും, ഡ്രൈ ഫ്രൂട്ട്സും പാക്ക് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അവരോടും ചോദ്യം ചെയ്യും, നിങ്ങൾ ഇവരെ എന്തോനാ ഇയാളെ വേണ്ടി എന്തോനാ കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് വിദേശത്തിന് പണം ലഭിക്കുന്നുണ്ടാണ്. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു, എന്നെ ബീഹാറിൽ നിന്ന് ഈ മാത്യു പാസ്റ്ററും പലരും കാണാൻ വന്നു. എന്നോട് പറഞ്ഞു 10 പേരുടെ പേരെഴുതി തരാൻ, ആരൊക്കെ നിങ്ങളെ കാണാൻ വരും. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ 10 പേരുടെ പേര് ഞാൻ എഴുതി തരുന്നത്? ഞാൻ എങ്ങനെ നിശ്ചയിക്കുന്നത് നാളെ ചാക്കോച്ചാൻ, മത്തായിച്ചാൻ, കറിയാച്ചാനാണ് വരുന്നതെന്ന് എനിക്കറിയാൻ നോക്കുക. അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തില്ല. പിന്നെ ബസ്തിയിൽ നിന്ന് ഒരു AGയിലെ പാസ്റ്റർ PP ബേബിയും കുടുംബം കുറച്ച് കൂടുതൽ കൊണ്ടുവന്നു. അവരെ ഓർത്തു ഇനി അവർ നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് വരെ ഇവരെ പെട്ടെന്ന് ഇവരെ കാണാൻ പോകുന്നു പറഞ്ഞു. പോലീസ് ഒത്തിരി ചോദ്യം ചെയ്തു, ഇൻ്റലിജൻസുകാർ വരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. പക്ഷേ ആ ദേവദാസി, ഇവിടെ ഇരിക്കുന്ന പല ദേവദാസിയുടെ അത്തരം വണ്ണം പോലും ഇല്ല, അവർ മെലിഞ്ഞ ദേവദാസിയാണ്. പക്ഷേ അവർ തൻ്റെ ഇടത്തോട് നിന്ന് പറഞ്ഞ്, എൻ്റെ സഹോദരനെ കാണാൻ വരുന്നത്, എൻ്റെ ശമ്പളം കൊണ്ടാ, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച് ആ ശമ്പളം കൊണ്ടാണ് ഞാൻ ഇവരെ കാണാൻ വരുന്നത്. നിങ്ങൾ എന്തോ നടപടി ചെയ്താലും എൻ്റെ സഹോദരനെ ഞാൻ കാണാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നേ. പിന്നെ ഈ കേസ് ADF ആയിരുന്നു എടുത്ത് ആദ്യം, അത് ഡിസ്ട്രിക്ട് കോടതിയിൽ. പക്ഷേ അത് ജാമ്യം തള്ളിപ്പോയി. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി.
അന്ന് സാബു തോമസ് പാസ് പറഞ്ഞു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങാം. പിന്നെ പക്ഷേ ഇപ്പം 8 മാസമാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മുന്നേ പുറയിലുള്ള ആൾക്കാർ, ഞങ്ങളെക്കാളും വലിയ കേസ് ആൾക്കാർക്കൊക്കെ ജാമ്യം ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് മാത്രം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒത്തിരി നിരാശപ്പെട്ടു. ഞാൻ ഓർത്ത് ഈ റിച്ചാർഡ് വമ്പനാടിൻ്റെ അപ്പോസ്റ്റലന്മാരുടെ കഥയൊക്കെ വായിച്ചു ഞാൻ ഓർത്ത് ഇവിടെ തന്നെ തോലത്തുള്ളൂ. അന്നേരം ഇവർക്ക് ഞാൻ നിരാശപ്പെട്ട് എൻ്റെ സ്വന്തം ബന്ധക്കാർക്ക് ഞങ്ങളെക്കുറിച്ച് ചിന്തയല്ല, പിന്നെ നിങ്ങൾക്ക് ചിന്ത, നിങ്ങളൊന്നും പിടിക്കത്തില്ല, ഞങ്ങളിവിടെ തന്നെ മരിക്കും എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ കൊടുത്തു വിടുമായിരുന്നു. പിന്നെ പോലീസുകാർ പറഞ്ഞ തോക്കുകൊണ്ടൊക്കെ വെടിവെക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 40 ദിവസം ഉപസിച്ചു, തീരുമാനിച്ചു. 30 ദിവസം ആയപ്പോഴത്തേക്ക് ജാമ്യം ലഭിച്ചു. സെപ്റ്റംബർ 6-ാം തീയതി ഞങ്ങളുടെ എതിരായിട്ട് 3 FIR ആയിരുന്നു. ഒന്ന്, ബൈബിൾ കൊടുത്ത് ഞങ്ങൾ മതം മാറ്റുന്നു. ഞങ്ങൾ ആർക്കും ഒരു ബൈബിൾ കൊടുത്തില്ല, ഇവർക്ക് എഴുതാനോ വായിക്കാനോ അറിയത്തില്ല. ഞാൻ ഈ തലേണ കീഴ് വെപ്പിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആർക്കും കൊടുത്തില്ല. പക്ഷേ അത് അവർ തിന്മയ്ക്ക് ചിന്തിച്ചു. പക്ഷേ അതും അനുകൂലമായി, ഞാൻ പറയാം. പിന്നെ എഴുതി എന്തോ പിള്ളേരെ പഠിപ്പിക്കുന്നു, ജനങ്ങളൊക്കെ ബോധകരണം വരുത്തുന്നു. 3ാമത് ആഹാരം വെച്ച് കൊടുക്കുന്നു. ഞങ്ങൾക്ക് തന്നെ ആഹാരം തരുന്നില്ല, പിന്നെ ഞങ്ങൾ ഇവർക്ക് ആഹാരം വെക്കുന്നത്. പിന്നെ പക്ഷേ ഇവരെല്ലാം നെഗറ്റീവ് ചിന്തിച്ച് ഞങ്ങളെ നിരാശപ്പെടുത്താൻ നോക്കി. എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി. ബൈബിൾ കൊടുക്കുന്ന ഇന്ത്യയിൽ UP-യിൽ ഞങ്ങൾ മുഖാന്തരം ബൈബിൾ കൊടുക്കാൻ അനുവാദമായി. അതിന് നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ച് കാണുമായിരുന്നു. ഇതെല്ലാം ആൻറ്റി കൺവെർഷൻ നിയമമല്ല എന്ന് പറഞ്ഞ് ആരെ വാദിച്ചെന്നറിയാം? വക്കീലിൻ്റെ പേര് മജിസ്ട്രേറ്റാണ് വാദിച്ച്. മജിസ്ട്രേറ്റ് പറഞ്ഞു ഇവരെ സെപ്റ്റംബർ 2024 ആകുമ്പോഴത്തേക്ക് ഇവരെ വെറുതെ വിടണം. ഞങ്ങളുടെ എതിരായി 18 പേരെ ജാമ്യം ഇറക്കി നിർത്തി. പക്ഷെ ഒരാളും ഞങ്ങളുടെ എതിരായി പറഞ്ഞില്ല. ഞങ്ങളുടെ എതിരായി FIR എഴുതിയ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ട് ഞങ്ങൾ FIR എഴുതി. അങ്ങനെ പറഞ്ഞു, അങ്ങനെ എഴുതി തന്നു. അന്നേരം ഞങ്ങളുടെ എതിരായി ഒരു തെളിവില്ല, ഞങ്ങളെ വെറുതെ വിടേണ്ടതാണ്. പക്ഷേ എല്ലാവരും പ്രാർത്ഥിച്ച ഫലമായി ഞങ്ങൾക്ക് സെപ്റ്റംബർ 6-ാം തീയതി ജാമ്യം ലഭിച്ചു. അന്നേരം സാബു തോമസ് പാസ്റ്റർ കുടുംബം എന്തോ ചെയ്തു, സാബു പാസ്റ്ററും വക്കീലുമാർ ചെയ്ത് പെട്ടെന്ന് ഞങ്ങളെ പുറത്താക്കാൻ ലോക്കൽ ആൾക്കാരെ നിർത്തി. പക്ഷേ പോലീസുകാരെന്തോ ചെയ്തു, അവിടെ വീട്ടിൽ പോയി അവരെ റെയ്ഡ് ചെയ്തു. അവരെ നല്ല അടിച്ചു. പിന്നെ അവരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും ഇവർ ഞങ്ങൾക്ക് ജാമ്യം തരാൻ വേണ്ടി പിൻവലിച്ചു. പിന്നെ 4 ലക്ഷം ഞങ്ങൾക്ക് വേണ്ടി ഒരു രാത്രി കൊണ്ട് സാബു തോമസ് 2 ലക്ഷം എനിക്ക്, 2 ലക്ഷം അവർക്ക്, ഷീജയ്ക്ക് വേണ്ടി. അതിൽ സാബു തോമസിൻ്റെ മകൻ, 20 വയസ്സുള്ള മകൻ, സാബു തോമസിൻ്റെ വിശ്വാസി, കാൺപൂരിലെ ഒരു ദേവദാസ്. സാബു തോമസിൻ്റെ വൈഫ് പറഞ്ഞു മകൻ 20 വയസ്സേ ഉള്ളൂ, അവൻ്റെ ഭാവി ബാധിക്കുക. അന്നേരം ദേവദാസൻ പറഞ്ഞു നമ്മുടെ പിതാവ് ജയിലിലായിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? അങ്ങനെ അവർ തന്നു. പിന്നെ അവരെ ഒത്തിരി ഓടിച്ചു. പക്ഷേ 23-ാം തീയതി സെപ്റ്റംബർ ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങൾ 30-40 പ്രാവശ്യം കോടതി പോയി കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ സുഖമുള്ള പരിപാടിയല്ല. രാവിലെ പോയാൽ പിന്നെ വൈകിട്ടേ ഇറങ്ങാനൊക്കത്തുള്ളൂ. അവരകത്ത് വിളിപ്പിക്കുമ്പോഴേ നമുക്കകത്ത് കയറാനൊക്കത്തുള്ളൂ. അന്നേരം ഒരു സമയം പോകുമ്പോൾ 10,000 to 15,000 rupees ചിലവാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ എതിരായ ഒരു തെളിവില്ല, ഞങ്ങളെ വെറുതെ വിടുകയാണ്. പക്ഷേ ജഡ്ജി ഞങ്ങളെ മനഃപൂർവ്വമായി ശിക്ഷിച്ചു. 5 വർഷ തടവ്, 25,000 രൂപ പിഴ. പിന്നെ ഇവൾ പറഞ്ഞ പോലെ 18-ാം തീയതി ജാനുവരിയിൽ ഇവളെ തന്നെ പോയി ഇവളെ അറസ്റ്റ് ചെയ്തു. അന്ന് ഞാൻ ഹോസ്പിറ്റലാണ്. ഈ അറസ്റ്റ് ഒഴിവാക്കാൻ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഇവിടെ അറസ്റ്റ് ചെയ്തപ്പം ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി. പിന്നെ ഈ പ്രാവശ്യം ജയിലിൽ കയറണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലോകം എല്ലാവരും പ്രാർത്ഥിച്ച ഫലമായിട്ട് ഈ പ്രാവശ്യം കോടതിയും ജയിലും നല്ലതായിരുന്നു. ജയിലിൽ പോകുന്നേക്കാൾ മുമ്പേ ഞാൻ വലിയ പ്രത്യാശയത്തോടെ പോയെ. ഞാൻ രാവിലെ എന്നിട്ട് ഈ സ്വർഗശില്പിയും ഈ പാട്ടൊക്കെ പാടി, പ്രത്യാശയുള്ള പാട്ട് പാടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 21-ാം തീയതി ജാനുവരി ദേവദാസൻ സാബു തോമസിൻ്റെ വീട്ടിൽ ദേവദാസിയും പല ദേവദാസന്മാർ എന്നെ ആശ്വസിപ്പിക്കാൻ ധൈര്യപ്പെടുത്താൻ വന്നു.
ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞങ്ങളുടെ സ്വന്തം ബന്ധക്കാർക്ക് ഞങ്ങളെ കാണാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല, അവരെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് അവരുടെ ക്ഷേമമൊക്കെ തിരക്കിയിട്ട് വരാമെന്ന്. 3 മാസത്തെ സാധനം എടുത്തുകൊണ്ട് പോയേ. പക്ഷേ ദൈവകൃപയാൽ ഈ പ്രാവശ്യം നിങ്ങൾ പലരും പ്രാർത്ഥിക്കുന്ന ഫലമായിട്ട് ജയിലിലും അനുകൂലമായിട്ട് പോലീസുകാർ സ്നേഹത്തോടെ ഇടപെട്ടു. ഈ പ്രാവശ്യം ഞാൻ ഒരു ദിവസമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം ആഹാരം മെച്ചമുണ്ടായിരുന്നു. പിന്നെ എന്നെ 18 പേരുടെ റൂമിലാണ് കിടത്തിയത്. ലെഫ്റ്റ് സൈഡ് പ്രാന്തന്മാർ, റൈറ്റ് സൈഡ് നോർമൽ ആൾക്കാർ. ഈ നോർമൽ ആൾക്കാർ എന്നേക്ക് ബെഡ് വിരിച്ച് തന്നിട്ട് രാവിലെ എന്നേക്കുമ്പോൾ അങ്കിൾ സുഖമായിരിക്കുന്നോ, അങ്കിൾ വല്ലം വേണോ, പൈസ വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഈ ഠാക്കൂർമാർ തീഷ്ണമുള്ളവർ ഇങ്ങനെ കടിച്ച് ഇതിനെ ശരിയാക്കണം, അല്ലെങ്കിൽ ഒക്കുവാണെങ്കിൽ 2 അടിയും കൊടുക്കണമെന്ന് വന്ന് ആൾക്കാർ എന്നോട് ഇടപെട്ട് അവർക്ക് സ്നേഹമായി. അവർ മനസ്സിലായി ഞങ്ങൾ നിരപരാധിയാണ്. പിന്നെ ലോകമെമ്പാടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഫെബ്രുവരി അവർ വക്കീൽമാർ കുറച്ച് ഓടിച്ചു. പക്ഷേ ഫെബ്രുവരി 19-ാം തീയതി ഞങ്ങൾ പുറത്തിറങ്ങി. നമ്മൾ ബൈബിള് വായിക്കുന്നു, കഷ്ട സഹസ്ന സഹസ്ന സിദ്ധത പ്രത്യാശ തരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, മരിക്കുന്ന മുമ്പേ പറഞ്ഞു, അന്ത്യകാലം നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരും, അധികാരികളുടെ മുമ്പേ നിൽക്കേണ്ടി വരും, സ്വന്തം ബന്ധക്കാർ നിങ്ങളെ തള്ളിപ്പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ കഷ്ടത്തിൽ ധൈര്യപ്പെട, ഞാൻ കഷ്ടം അനുഭവിച്ചു, നിങ്ങളും കഷ്ടം അനുഭവിക്കും. അന്നേരം കഷ്ടമുണ്ട്. കഷ്ടം താർക്കാനല്ല, കഷ്ടത്തിൽ നമ്മളെ പണിയാനാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ കഷ്ട സമയത്തും സഭ വളരുന്നുണ്ട്. യു പി തന്നെ അനേകർ, വാരണാസിയിൽ അനേകർ സ്നാനപ്പെടുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ സ്നാനപ്പെടുന്നുണ്ട്. പണ്ട് റോമൻ ചക്രവർത്തി, ഡൊമിനേഷ്യൻ ചക്രവർത്തി, നീറോ ചക്രവർത്തി ഇവരെല്ലാം ശ്രമിച്ചു സഭയെ മുടിപ്പിക്കാൻ. പലരും ശ്രമിച്ചു, പക്ഷെ സഭ മുടിഞ്ഞിട്ടില്ല. ദൈവവചനം പറഞ്ഞ ഒരു പാതാളം ഗോപുര ജയിക്കത്തില്ല. അതുകൊണ്ട് ദൈവവേല നിൽക്കത്തില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ പ്രശ്നമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കല്ലേ. ഇനി നമുക്ക് വരും. നമ്മൾ കേരളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സുവിശേഷം കൊണ്ട് വില്യം കേരിയും പല ദേവദാസന്മാരും വന്നു. എന്നിട്ടും എന്ന് നമ്മൾ ആരാ ന്യൂനപക്ഷം, ആരാ ഉത്തരവാദം? നമ്മൾ തന്നെയാണ് ഉത്തരവാദക്കാർ. നമ്മൾ ഭൂരിപക്ഷം ആയിരുന്നേ. നമ്മൾ കംഫോർട്ട് സോൺ, കുറേ പേര് കംഫോർട്ട് സോൺ കഴിഞ്ഞ് വിട്ടിട്ട് പോകാൻ തയ്യാറല്ല. കുറേ പേരുടെ സ്വഭാവ രീതി കണ്ടിട്ട് ആർക്കും വരാൻ താല്പര്യമില്ല. പിന്നെ അങ്ങനത്തെ അനുഭവമാണ്. അതുകൊണ്ട് സുവിശേഷം വേണ്ടതില്ലത് എന്നും കോഴിക്കോട്, പാലക്കാട്, ട്രിവാൻഡ്രത്തിലും പലയിടത്തും സുവിശേഷം എത്തുന്നത്. കേരളം തന്നെ അറിയുന്ന ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്നു, എന്ന് ഡെവിൾസ് ഓൺ കൺട്രി ആയിരുന്നു. കേരളത്തിൽ സാധു കൊച്ചുണ്ണി, ആശാരി ഉദ്ദേശി, പിന്നെ കുക്ക് സാഹിബൊക്കെ പ്രവർത്തിച്ചപ്പം അനേകർ രക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു, സ്നാനപ്പെടുന്നുണ്ടായിരുന്നു. എന്ന് കൺവെൻഷനും ക്രൂസൈഡിലൊക്കെ നടക്കുമ്പോൾ കുറച്ച് പണം ചെലവാക്കുന്നു, നടത്തിപ്പുകാരുടെ മഹത്വം നടക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പം കച്ചവടക്കാരെ പുറത്താക്കി, എന്ന് കച്ചവടക്കാരകത്തായിരിക്കുന്നു. നമ്മളെ എന്ന് ഏത് കൺവെൻഷനിൽ ആരാ രക്ഷിക്കപ്പെടുന്നത്? നമ്മുടെ ദൈവജനങ്ങൾ മാത്രമേ പോകുന്നത്. അതാ നമ്മൾ ചെല്ലുവാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ദേവദാസന്മാരുടെ പ്രസംഗമാണെങ്കിൽ നമ്മൾ കേൾക്കാൻ ഇരിക്കും. അല്ലെങ്കിൽ നമ്മളെ തെക്കും വടക്കും ചായ മേടിക്കും, വല്ല പലഹാരം കഴിക്കും, പുസ്തകം മേടിക്കും, അല്ലെങ്കിൽ കല്യാണ ആലോചന ആ സമയത്ത് നടക്കും. അതാ ഇപ്പോഴത്തെ കാലം. പണ്ട് അപ്പച്ചന്മാർ ഭൂമിയിൽ ഈ ഇരുന്നപ്പം പട്ടിണി നേർക്കും അനുഭവിച്ചപ്പം കപ്പയും മുളക് സംബന്ധി കഴിച്ച് അന്നേരം അവർക്ക് തമ്മി ദൈവസ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ദൈവസ്നേഹം ഇല്ല. ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ചിരിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കും, ആത്മാർത്ഥമില്ല. വണ്ടിയിലാണെങ്കിലും ആരെ ഇരുത്തത്തില്ല, സ്വന്തം കാര്യം ജിന്ദാബാദ്. അങ്ങനെ നമ്മുടെ വേഷമൊക്കെ കണ്ടാൽ പറയുന്നില്ല, അത്രയും നല്ല വിശുദ്ധി അങ്ങനത്തെ രീതിയായിരിക്കുക.
അങ്ങനെ സഭ മാറിക്കൊണ്ടിരിക്കുന്നു. വോട്ട് സഭയിലെ കസേര പദ്ധതിക്ക് വേണ്ടി കോടികളാണ് ചിലവാക്കുന്നത്. യുപിയിലും വടക്കേന്ത്യയിൽ ദേവദാസന്മാർ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഓർക്കണം, സപ്പോർട്ട് കിട്ടുന്നത്, ഞാൻ സപ്പോർട്ട് പിരിക്കാനല്ല വന്നേക്കുന്നത്. ദേവദാസന്മാർക്ക് കിട്ടുന്ന 6000 അല്ലെങ്കിൽ 8000 സപ്പോർട്ടാണ് കിട്ടുന്നത്. ഒരു ഹിന്ദി, നമ്മൾ കേരളക്കാർ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നുണ്ട്, അവർ ഫാമിലി പ്ലാനിങ് ഇല്ല. അവരുടെ കുടുംബത്തിൽ ജനിക്കുന്ന കുടുംബത്തിൽ മക്കളെന്ന് വെച്ചാൽ 10 12 പേരാണ്. അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് 2000-3000 രൂപ. അവരുടെ പുറത്ത് നമ്മൾ കേസിലാകുമ്പോൾ പല ദേവദാസന്മാരെ ഇറക്കാനുണ്ട്. ഇവരെ ഇറക്കാൻ ആരുണ്ട്? പലരും ഹയർ സ്റ്റഡി, മക്കളെ സ്കൂൾ റെൻറ്റ് കൊടുക്കാനില്ല, മക്കളെ സ്കൂൾ വിടാൻ, കോളേജ് വിടാൻ നിവർത്തിയില്ല, ഹയർ സ്റ്റഡീസ് വിടാൻ. ഇവിടെ നമ്മളെ കോടികളുടെ കാറും ഒക്കെ മേടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയായിരിക്കണം. സുശേഷത്തിന് മുൻതൂക്കം കൊടുക്കുക, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, മടങ്ങി വരിക. കുറച്ച് സ്ഥലത്ത് ഉണർവ് സംഭവിക്കുന്നുണ്ട്. AG-ക്കാർ 24 മണിക്കൂർ പ്രാർത്ഥന. ഇപ്പോൾ AG-യിൽ ഉണർവിൻ്റെ പ്രാർത്ഥന. നമ്മുടെ ദേശത്തിൽ ഉണർ സംഭവിക്കും. നമ്മൾ ഉണർന്നതിൻ്റെ പങ്കാളിയാണെങ്കിൽ നമ്മൾ ഉണരണം, ഇനിയും പ്രാർത്ഥനയിൽ മുന്നേറണം. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ മടങ്ങി വരിക. നമ്മൾ ഈ മിഷണറി ചലഞ്ച് ആണല്ലോ. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ സമർപ്പണം ഉണ്ടായിരിക്കണം, ദൈവത്തോ സ്നേഹം ഉണ്ടായിരിക്കണം, മരിക്കാൻ തയ്യാറാകണം. അല്ല, എൻ്റെ അളിയൻ പറഞ്ഞായിരുന്നു, അയ്യോ ഞാൻ പോകത്തില്ല, നിങ്ങളും പോലെ. അവിടെ RSS BJP ഒക്കെ ഉണ്ട്. ഞങ്ങൾ പോയി, ഞങ്ങൾ ഉദ്ധരിക്കപ്പെട്ടു. ഞങ്ങളിപ്പോൾ വക്കീൽമാർ വിലക്കിയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ കേരളത്തിനേക്കാൾ സുഖം വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചുമ്മാ നിങ്ങൾ ഓർക്കല്ലേ, ദേവദാസനും ദേവദാസിയുടെ മാത്രമേ ഉത്തരവാദം, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദം, അല്ല സനീഷ് ബാസിൻ്റെ ഉത്തരവാദം. എല്ലാവർക്കും ഉത്തരവാദമുണ്ട്. കൂട്ടുകാരനോട് സുവിശേഷം അറിയിക്കുക. ഒന്നും അല്ലെങ്കിൽ കോവളം ബീച്ചിൽ പോയിട്ട് സായി പാർക്ക് ട്രാക്ട് കൊടുക്കുക. അനേകം രക്ഷിക്കപ്പെടട്ടെ, സ്നാനപ്പെടട്ടെ. കേരളത്തിലെ മയക്കുമരുന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, കൊലപാതകം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ആത്മഹത്യ വർദ്ധിച്ചു. എന്ന് മക്കളോടൊന്നും പറയാനൊക്കത്തില്ല, അപ്പോഴത്തേക്ക് ആത്മഹത്യ. അങ്ങനത്തെ അവസ്ഥ. പണ്ട് അപ്പച്ചന്മാർ ഇങ്ങനെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് മക്കളും കൊച്ചുമക്കളും വിദേശത്തിൽ. അത് നമ്മൾ മറന്നുപോയി. നമുക്ക് ഇപ്പോൾ എങ്ങനെയും അയർലാൻഡിലും ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും വിടണമെന്ന ചിന്ത. ദൈവവേലയ്ക്ക് ഇറക്കാൻ ആർക്കും താല്പര്യമില്ല. പല ബൈബിൾ കോളേജിൽ പിള്ളേരില്ല. അതുകൊണ്ട് ദൈവവേലയ്ക്ക് സമർപ്പിക്കുക. യേശു ക്രിസ്തു വരും പറഞ്ഞ് പലർക്കും പലരുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ചിന്ത യേശു വരത്തില്ലെന്നാണ്. യേശു വരാത്തതെന്ന് പറഞ്ഞാൽ ഇനി സുവിശേഷം എത്താത്തതുകൊണ്ടും പിന്നെ ഞാനും നീയും ഗുണപ്പെടണം, ഇനിയും ഗുണപ്പെടാനുണ്ട്. അതുകൊണ്ട് മടങ്ങി വരിക. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുകരിക്കേണ്ട സമയം എടുത്തെങ്കിൽ സോറി.